അബ്ദുറഹ്മാൻ 34 കോടി രൂപ ഈ അബ്ദുറഹ്മാൻ എന്ന വ്യക്തിക്ക് കൊടുത്താൽ മാത്രമേ അബ്ദുറഹ്മാന്റെ ജീവൻ രക്ഷിക്കാനാവൂ. അതായത് സൗദി അറേബ്യയിൽ ഒരു കുട്ടി മരിക്കാൻ ഇടയായ സാഹചര്യത്തിൽ കോടതി വിധി വന്നതാണ് ഈ ഒരു 34 കോടി രൂപ. അതായത് 15 മില്യൺ സൗദി ദിർഹംസാണ് ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അവരെ പേരൻസ് ഈ ഒരു കുട്ടിയുടെ പേരൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് നീതി കൊടുക്കാതെ ഇരുന്നതായിരുന്നു. പിന്നീട് അവർക്ക് 18 വർഷത്തിന് ശേഷം നീതി കൊടുക്കുകയും 34 കോടി രൂപ ഇന്ത്യൻ മണി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ അബ്ദുറഹ്മാൻ്റെ ജീവൻ രക്ഷിക്കാനാവൂ. ഈ ഒരു സംഭവത്തിൽ നമ്മളെ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടോ. ബോബി ചെമ്മണ്ണൂർ സ്വന്തമായി 1 കോടി രൂപ കൊടുക്കാമെന്നും കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചിച്ചുകൊണ്ട് ബാക്കിയുള്ള 33 കോടി രൂപ ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ ഒരു ന്യൂസ് ലെറ്റർ ഒന്ന് കാണാം. പൊതുജന സമക്ഷം ഭിക്ഷ യാചിക്കാനായി ഇറങ്ങുന്നത്, അതിനുവേണ്ടി ഒരു ബോച്ചെ യാചക ഫണ്ട് രൂപീകരിച്ചിരിക്കുകയാണ്. ശിക്ഷ നടപ്പാക്കാൻ ഇനി 1 മാസം മാത്രമാണ് ബാക്കി. നയതന്ത്ര ഇടപെടലിലൂടെ സമയപരിധി നീട്ടാൻ പ്രധാനമന്ത്രിയെ കാണാനും ഒരുങ്ങുകയാണ് ബോബി. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, തെരുവുകളിലൊക്കെ ഇറങ്ങി പറ്റാവുന്നിടത്ത് കളക്ട് ചെയ്യുക എന്നതാണ്. കൂടാതെ പ്രധാനമന്ത്രിയെ കണ്ട് സമയം നീട്ടി ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ഗോപേട്ടൻ പിരിച്ചുകൊണ്ട് 1 കോടി രൂപ ബോബേട്ടൻ കൊടുത്തു. ബാക്കിയുള്ള കുറച്ച് പണമൊക്കെ എന്തായാലും ഈ ഒരു 9 ദിവസം കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 9 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ ഒരു വിധി വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്തായാലും തൂക്കുകയർ ഉറപ്പായിരിക്കും അബ്ദുറഹ്മാന്. 34 കോടി രൂപ അപ്പോഴേക്കിനും കറക്റ്റായിട്ട് പൈസ ഉണ്ടാക്കി ആ ഒരു മരിക്കാൻ ഇടയായ ഫാമിലിക്ക് അവർ കൊടുത്തേ മതിയാവൂ. ഈ ഒരു മരിക്കാനുണ്ടായ ഈ ഒരു സാഹചര്യം അബ്ദുറഹ്മാനെ ജോലി ചെയ്തിരുന്ന ഈ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് അബ്ദുറഹ്മാൻ ജോലി ചെയ്തിരുന്ന ഈ ഒരു പയ്യനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഈ നോക്കലായിരുന്നു അബ്ദുറഹ്മാൻ്റെ ജോലി. അങ്ങനെ അബ്ദുറഹ്മാൻ ഈ ഒരു പയ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പയ്യൻ എന്തോ പ്രശ്നങ്ങൾ കാണിക്കുകയും അബ്ദുറഹ്മാൻ പയ്യനെ അടിക്കാൻ വേണ്ടി ഓങ്ങിയ സമയത്ത് പയ്യൻ എന്തോ കാര്യമായിട്ട് എന്തോ കാണിക്കുന്നു. അങ്ങനെ പയ്യൻ അബ്ദുറഹ്മാനെ തുപ്പ് എന്തോ സംഭവിച്ചു. കറക്റ്റായിട്ട് മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്തോ ആണ് സംഭവിച്ചത്. അപ്പോൾ അബ്ദുറഹ്മാനെ ആ ഒരു പയ്യനെ അടിക്കുകയും അടിച്ച സമയത്ത് അടിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് വീശിയ സമയത്ത് ഈ ഒരു പയ്യൻ്റെ മൂക്കിലൂടെയും ശ്വാസം എടുക്കാനായിട്ട് ഇട്ടിരുന്ന ഈ ഒരു പൈപ്പ്, ഓക്സിജനൊക്കെ കൊടുത്തിരുന്ന ഈ പൈപ്പ് പൊട്ടുകയും ഈ ഒരു പയ്യൻ മരിക്കാൻ ഇടയാവുകയും ഉണ്ടായി. അപ്പോൾ പയ്യൻ്റെ ഫാമിലി അറിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ കൊന്നതാണ് എന്നുള്ള ആ ഒരു ടോക്ക് വരികയും അബ്ദുറഹ്മാനെ പിന്നീട് വിചാരണ ചെയ്ത് നടത്തുകയും 18 വർഷമായി അബ്ദുറഹ്മാനെ ജയിലിൽ അടക്കുകയും ചെയ്തു. ഇതാണ് ആ ഒരു സംഭവം. നമ്മുടെ നാട്ടിൽ പോലെ അല്ല സൗദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേക നിയമം, പല രാജ്യത്തും പല നിയമമാണല്ലോ. അവിടുത്തെ ആ ഒരു നിയമം അങ്ങനെയാണ്. അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഒന്നും കൊടുക്കാതെ കഴിച്ചിലാവും. പക്ഷേ അവർ കൊലക്ക് കൊല എന്നായിരിക്കും. പക്ഷേ അവരുടെ കുടുംബമാണ്, അവരാണ് തീരുമാനിക്കുക എന്താണെന്നുള്ളത്. അവർ തീരുമാനത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ വിധി വരിക. എന്തായാലും നമ്മളെ കേരളക്കരയിലുള്ള ഒരു മലയാളി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു വിധിയല്ല. അങ്ങനെ എന്തായാലും 34 കോടി രൂപ ഈ ഒരു കേസിൽ വേണം. സന്മനസ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക് സംഭാവനകൾ കൊടുക്കുന്നു. ഞാനിപ്പോൾ 24 ന്യൂസിലൊക്കെ ഇത് അവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ 1-2 വട്ടം ഈ വാർത്ത വായിക്കുന്നുണ്ട്. അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 34 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അബ്ദുറഹ്മാൻ്റെ കാര്യം അവിടെ എന്തായാലും സൗദി നിയമം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 9 ദിവസം എന്ന് പറഞ്ഞാൽ 9 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്തായാലും തൂക്കിൽ ഏറ്റും. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. നമ്മളിവിടുത്തെ ആ ഒരു നിയമം പോലെയല്ല. അത് നമ്മളിവിടെ ജനാധിപത്യ രാജ്യമാണ്, അവിടെ രാജഭരണമാണ്. അപ്പോൾ ആ ഒരു തമ്മിൽ നല്ല മാറ്റമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മലയാളികൾ ആ ഒരു 9 ദിവസം കഴിയുമ്പോഴേക്കിന് 34 കോടിയല്ല 340 കോടി വേണമെങ്കിലും കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ ഒരു 34 കോടി രൂപ കിട്ടാതിരിക്കില്ല. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു കേരളത്തിൽ ചാരിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടേ ഉള്ളൂ. പൈസ ഏറെ വന്ന ചരിത്രമുള്ളൂ. നമ്മളെ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ ഒരുപാട് ചാരിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് പണം വന്ന ചരിത്രമേ ഉള്ളൂ. പണം കിട്ടാതിരുന്ന കേസ് വളരെ കുറവാണ്.
എന്തായാലും നമ്മൾ അബ്ദുറഹ്മാന് 34 കോടി രൂപ നമ്മളെ യൂസഫ് അലി കാക്ക അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഏതെങ്കിലും നല്ല മലയാളികൾ വന്ന് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആ ഒരു സമയത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും കൊടുത്തിട്ടില്ല എങ്കിൽ അവർ തീർച്ചയായിട്ടും കൊടുക്കും. അബ്ദുറഹ്മാൻ എന്താ വ്യക്തി രക്ഷപ്പെടും. അബ്ദുറഹ്മാൻ്റെ ഉമ്മ പല സോഷ്യൽ മീഡിയകളിലും വന്ന് ഈ ഒരു കാര്യം എൻ്റെ മകനെ രക്ഷിക്കണം, ആകെ ഉള്ളതൊരു മകനാണ്, ആ മകനെ രക്ഷിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരുപാട് വീഡിയോസ് പല ഇതിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അബ്ദുറഹ്മാൻ ഉമ്മാക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. എൻ്റെ കുട്ടി കണ്ണ് കാട്ടിത്തരാൻ എന്നോട് സർമ്മങ്ങൾ നടത്തി കുട്ടി ഒന്ന് കാട്ടിത്തരാം. വേറൊന്നൊക്കെ പറയാനില്ല. എൻ്റെ കുട്ടീൻ്റെ കയ്യിലാരെന്തോ അബദ്ധം കുടുങ്ങി പോയതാണ് പറഞ്ഞു. ഇത്ര കാലമായി ഞാൻ എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഈ ഒരു കേസിൽ അബ്ദുറഹ്മാൻ എന്ന വ്യക്തിക്ക് ചെറിയ തെറ്റ് പറ്റിയിരിക്കുന്നു എങ്കിലും ചെറിയ തെറ്റൊക്കെ ആർക്കും പറ്റൂടേ. ഇതൊരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കഴിയുന്ന ആൾക്കാരൊക്കെ സഹായിക്കാൻ കഴിയണവർ സഹായിക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോസോ അല്ലെങ്കിൽ മറ്റു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കണ്ട് സഹായിച്ചെടുക്കുക.